പഞ്ചിത്തിരി കുറഞ്ഞാലും ജാതിവാലുകൾ ചുമക്കാത്ത കോൺഗ്രസ് ആകുന്നതാണ് കുറെ കൂടി ഇൻക്ലൂസീവ്. ഇങ്ങനെയുള്ളൊരു ഭയങ്കര വിവാദപരമായിട്ടുള്ളൊരു അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ചാനലുകളിലൊക്കെ സ്ഥിരം സുപരിചിത മുഖമായിട്ടുള്ള കോൺഗ്രസ് നേതാവ് ഡോക്ടർ ജിൻഡോ ജോൺ ആണ്. ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത് വി.ഡി. സതീശനെയാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞത് വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്നാണ്. ഹർഷാരവങ്ങളായിരുന്നു മേനോൻ സതീശൻ എന്ന് പറയുമ്പോൾ വേദിയിൽ നിന്ന് ആളുകളുടെ കയ്യടിയൊക്കെ. ഇപ്പം നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഇത്തരത്തിലുള്ള പേര് വിശേഷിപ്പിച്ചിട്ടാണ് ഈവൻ ജെൻസി പോലും അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുന്നത്. എന്നിട്ട് സൈഡിൽ ഈ തീയുടെ ഒരു ഇമോജിയൊക്കെ ഇടും. അപ്പൊ ഈ ആളുകൾക്ക് ഇപ്പോഴും ഇഷ്ടമാണ് ഈ ജാതിവാല് എന്ന് പറയുന്നത്, അല്ലേ? എനിക്കങ്ങനെ തോന്നുന്നില്ല. ഈ ജാതിവാല ആളുകൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ട് അത് കേട്ടിട്ടാണ് ഇന്നലെ ആളുകൾ അവിടെ രോമാഞ്ചത്തോടി കൈയടിച്ചതൊന്നുമല്ല. അത് യഥാർത്ഥത്തിൽ UDFന്റെ ഒരു മുഖ്യമന്ത്രി വരുന്നതിൻ്റെയും അവിടെ വന്നിട്ടുള്ള ആളുകളെല്ലാം തന്നെ കോൺഗ്രസ് അനുഭാവികളാണ് മഹാഭൂരിപക്ഷം എന്നുള്ളതുകൊണ്ടും മുസ്ലിം ലീഗിന്റെ അനുഭാവികളാണ് എന്നുള്ളത് കൊണ്ടുമാണ് കൈയടിച്ചിട്ടുള്ളത്. അല്ലാതെ ദാമോദര എന്ന് കേട്ടപ്പോൾ കൈയടിക്കാതിരിക്കുകയും ഉടനെ തന്നെ മേനോൻ എന്ന് കേട്ടപ്പോൾ ഒരു കൈയടി ഉണ്ടാവുകയും ചെയ്തു എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഇതൊക്കെ അങ്ങേറ്റം തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇതിപ്പോൾ നമ്മുടെയൊക്കെ സുഹൃത്താണ്, പക്ഷെ അദ്ദേഹം പറഞ്ഞതാണെങ്കിലും ഇനി ആര് പറഞ്ഞതാണെങ്കിലും ഇതൊക്കെ വെറും അസംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാനിത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ ചാനലിൽ തന്നെ 2 പേര് വന്ന് താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഞാനെടുത്തൊരു വീഡിയോയുടെ താഴെ തന്നെ കമൻറ്റ് ചെയ്തേക്കുന്നത് മേനോൻ കുട്ടി നൈസായിട്ട് മറ്റേ മുസ്ലിം ലീഗിനെ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി കമൻറ്റുകൾ വരുന്നുണ്ട്. ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല ഇത് നാച്ചുറലായിട്ട് വന്നൊരു കമൻറ്റാണെന്ന്. ഇപ്പൊ ജിൻഡോ എന്തുകൊണ്ട് ഇട്ടു എന്ന് എനിക്കറിയില്ല. ജിൻഡോന് വ്യക്തിപരമായ എന്തെങ്കിലും താല്പര്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അത് ഇട്ടൊന്ന് മുഴുവനായിട്ട് വായിക്കാം. തേക്കുംകാട്ടിൽ ജോൺ റോമൻ കാത്തലിക് ജിൻഡോ എന്നല്ല, ജിൻഡോ ജോൺ, അത് മതി. അങ്ങനെ അറിയപ്പെട്ടാൽ മതി. അതല്ലേ അതിൻ്റെ ഒരു ബ്യൂട്ടി. പഞ്ചിത്തിരി കുറഞ്ഞാലും ജാതിവാലുകൾ ചുമക്കാത്ത കോൺഗ്രസ് ആകുന്നതാണ് കുറെ കൂടി ഇൻക്ലൂസീവ്. എൻ്റെ രാഷ്ട്രീയം, എൻ്റെ ബോധ്യങ്ങൾ കൂടിയാണ് ഒരല്പം ലെഫ്റ്റായ ഒരു കോൺഗ്രസ് ബോധ്യം. ഇത് ജിൻഡോ പറയുന്നതിൽ വലിയൊരു തെറ്റുണ്ട്. ഇപ്പൊ ജിൻഡോ ഇത് ഉദ്ദേശിച്ചാണ് പറഞ്ഞതെങ്കിൽ വലിയൊരു തെറ്റുണ്ട്. കാരണം എന്ന് വെച്ചാൽ സതീശന്റെ പുറകിലുള്ള ജാതിവാല് അല്ലെങ്കിൽ പാർവതി തിരുവോത്തിന്റെ പുറകിലുള്ള ജാതിവാല് വേണമെങ്കിൽ ഒഴിവാക്കാം. പക്ഷെ അച്ഛന്റെ ജാതിവാല് എങ്ങനെ ഒഴിവാക്കുക? രാഷ്ട്രീയ അച്ഛന്റെ പേര് മാറ്റണമെന്ന് പറഞ്ഞൊരു മകൻ കൊണ്ടുപോയി എന്ത് ചെയ്യും? ഗസറ്റ് നോട്ടിഫിക്കേഷൻ നടത്തും. ഇവർ അസംബന്ധമാണ്. ഇപ്പം എൻ്റെ അച്ഛൻ്റെ പേര് അച്ഛൻ ഇട്ടതാണെങ്കിൽ അച്ഛൻ്റെ പേര് മുഴുവനായിട്ടും ഞാൻ പറയും, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അതിന് എന്ത് ഈ പറയണത്? വടശ്ശേരി ദാമോദരൻ സതീശൻ എന്ന് പറഞ്ഞ വടശ്ശേരി ദാമോദരൻ മേനോൻ സതീശൻ എന്നാണ് സ്വന്തം അച്ഛൻ്റെ പേര്. സ്വന്തം അച്ഛൻ്റെ ഫുൾ നെയിം ദാമോദര മേനോൻ എന്നാണെങ്കിൽ അത് വിട്ടിട്ട് ഇല്ല ദാമോദരൻ എന്ന് വിളിക്കണമെന്ന് നിങ്ങൾ എന്തിനു നിർബന്ധം പിടിക്കണം? അല്ല, അങ്ങനെ ഒരു വാശി കേരളത്തിലുണ്ട്. പ്രോഗ്രസീവ് ലെഫ്റ്റിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു വാശിയുണ്ട്. നിങ്ങൾ ഒരു കാര്യം പറഞ്ഞു, ഇപ്പൊ പാർവതി തിരുവോത്ത് പാർവതി മേനോൻ എന്നായിരുന്നത് പാർവതിക്ക് മാറ്റാം. നാളെ പാർവതിയുടെ അച്ഛൻ്റെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ രാമകൃഷ്ണ പിള്ള എന്നാണെങ്കിൽ ഞാൻ പറയുന്നതാണ്. അപ്പോൾ അവരുടെ പേരെന്താന്ന് എനിക്കറിയില്ല. രാമകൃഷ്ണ പിള്ള എന്നാണെങ്കിൽ ഉടനെ പിള്ള കട്ട് ചെയ്തിട്ട് രാമകൃഷ്ണൻ എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനം ഇരിക്കണം? ഇതൊക്കെ സത്യത്തില് ഞാനൊരു കാര്യം പറയാം. ഞാൻ സതീശനെ ഭയങ്കരമായി ആരാധിക്കുന്ന ഒരാളൊന്നുമല്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കാര്യത്തിലൊന്നും സതീശന്റെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ പിന്നെ അങ്ങനെയാണെങ്കിൽ മുത്തച്ഛന്റെ പേര് പറയുമ്പോൾ എന്ന് പറയും, അല്ലെങ്കിൽ മുത്തച്ഛന്റെ പേര് പറയുമ്പോൾ എന്ന് പറയും. അപ്പൊ അന്നൊക്കെ ആ കാലത്ത് അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു. അതിപ്പോ ഒക്കെ ആ ഫുൾ നെയിം അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ നെയിമാണ് പറയേണ്ടത്. ആ ഒഫീഷ്യൽ നെയിമിന്റെ അകത്തെന്ന് പറയുന്നത് കട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഇവർ ഈ പറഞ്ഞു? ഞാൻ ഇനി എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം പറയാം. ഇപ്പൊ പല ആളുകളെ എനിക്കറിയാം, പേരിന്റെ കൂടെ ജാതിവാലുണ്ടാവും. പക്ഷെ സോഷ്യൽ മീഡിയകളിലോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ ആ ജാതിവാദികൾ ആഡ് ചെയ്യുന്നത് എന്തോ മോശപ്പെട്ട കാര്യമാണ്, ഞാൻ ചെയ്യുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന ബോധ്യമുള്ള അല്ലെങ്കിൽ ഒരു ഫിയർ ഫാക്ടർ കൊണ്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഫിയർ ഫാക്ടർ വി.ഡി. സതീശനും വേണ്ടതായിരുന്നില്ലേ? അല്ലെ അതല്ലേ കുറച്ചും കൂടി ലെഫ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം? കാരണം ഈ നിലവിൽ നമ്മളെ നാട്ടില് നടക്കുന്ന വലിയൊരു ഒരു വിഷയമാണിത്. എന്തിനാണ് ജാതിവാല് കൂടെ ചേർത്ത്? ജാതിവാല് വേണ്ട എന്ന് തീരുമാനിക്കുന്നത് അങ്ങേയറ്റം നല്ല കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പിറന്നു വീഴും. ഒന്നാമത്തെ കാര്യം, ഇതൊരു ആളുകളുടെ ചോയ്സ് അല്ല. അവൻ പിറന്നു വീഴുമ്പോൾ തന്നെ അവന് ആവശ്യമില്ലാതെ തന്നെ അവൻ്റെ പേരിൽ കിട്ടുന്നതാണ്
മതവും ജാതിയും ഒക്കെ തന്നെ. യഥാർത്ഥത്തിൽ അതുപോലും മാറ്റണം എന്നുള്ള ഒരു അഭിപ്രായക്കാരാണ് ഞാൻ പറയുന്നത്. ഒരു 18 വയസ്സാകുന്നവരെ ഇവിടെ ഒരു ജാതിയും മതവും പാടില്ലെന്ന് തീരുമാനിക്കുകയും 18 വയസ്സ് കഴിഞ്ഞതിന് ശേഷം അവർക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒരു ചോയ്സായി ഇത് മാറ്റുകയും വേണം എന്ന് തീരുമാനിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലാതെ നിങ്ങളൊരു ജാതിയിൽ വന്ന് അല്ലെങ്കിൽ മതത്തിൽ വന്ന് പിറന്നു വീണുകൊണ്ട് നിങ്ങൾക്ക് അയിത്തം അനുഭവിക്കേണ്ടി വരികയും നിങ്ങൾക്ക് അല്ലെങ്കിൽ വേറൊരു ജാതിയിലോ മതത്തിലോ വന്ന് അറിയാതെ പിറന്നു വീണുകൊണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു കാര്യത്തിനോടത്ത് നിങ്ങൾക്കൊരു ഹൈപ്പ് കിട്ടുകയും ചെയ്യുക എന്നൊക്കെ പറയുന്നത് അങ്ങേറ്റം തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് അത് ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ലാത്തതാണ്. നിങ്ങൾ ഒരു ജാതിയിൽ വന്ന് പിറന്നു വീണു, അതുകൊണ്ട് നിങ്ങൾക്ക് 4 കല്യാണം കഴിക്കാം. വേറൊരു മതത്തിൽ വന്ന് പിറന്നു വീണു, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കല്യാണം കഴിക്കാൻ പാടുള്ളൂ. ഇതൊന്നും തെറ്റായിട്ടുള്ള കാര്യമാണ്. യഥാർത്ഥത്തിൽ ഇപ്പൊ ഫിൻലൻഡ് പോലെയുള്ള പല രാജ്യങ്ങളിലും എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ജാതിയും മതവും ഇല്ല എന്നുള്ളത് രജിസ്റ്റർ ചെയ്യാനുള്ള വഴികളുണ്ട്. അതേപോലുള്ള ഒരു സിസ്റ്റം ഇന്ത്യയിൽ വരണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കേരളം ഇപ്പോഴും ഒരു സവർണ്ണ കേരളല്ലേ? അതൊക്കെ അത് തന്നെ, സവർണ്ണ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ. രണ്ടാമത്തെ കാര്യം, അവനവന്റെ ജാതി പേരുകൾ അത് കൊണ്ടു നടക്കുന്നത് മഹത്വമാണെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. കാരണം അവന്റെ കഴിവിലും മിടുക്കിനും അടിസ്ഥാനത്തിൽ വേണം എന്നെ ആളുകൾ വിലയിരുത്താൻ. അല്ലാതെ എൻ്റെ ഒരു ജാതി പേരിന്റെ വാലായി നിന്നുകൊണ്ടല്ല എന്ന് വിചാരിക്കുന്ന ഒരു സമൂഹം, അത് വളരെ കൃത്യമായിട്ടുള്ള ഒരു സമൂഹമാണ്. അങ്ങനെ ഒരു സമൂഹം ഡെവലപ്പ് ചെയ്ത് വരേണ്ടതാണ്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞ പാർവതി തിരുവോത്തിന്റെ കാര്യം പറഞ്ഞത്. അവര് പാർവതി മേനോൻ എന്നുണ്ടായത് മേനോൻ മുറിച്ചുകളയും തിരുവോത്ത് കൂട്ടിച്ചേർക്കുകയും ചെയ്താണ്. ഞാൻ അവരെ വളരെയധികം അഭിനന്ദിക്കുന്നു ആ കാര്യത്തിൽ. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ, ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പിതാവിന്റെ പേര് പറയുമ്പോൾ അത് ഒഴിവാക്കണമെന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? മനസ്സിലായ? നമ്മൾ ആരും ജിൻഡോയോട് പറഞ്ഞില്ല ജിൻഡോ റോമൻ കാത്തലിക് മറ്റേ തേക്കിൻ കാട്ടിൽ ജിൻഡോ എന്ന് പറയണമെന്നൊന്നും പറഞ്ഞില്ല. നമ്മൾ പറഞ്ഞെന്താ, നാളെ ജിൻഡോയുടെ ഫാദറിന്റെയോ മുത്തച്ഛന്റെയോ പേര് പറയുമ്പോൾ അവരുടെ ഒഫീഷ്യൽ പേരെന്താണോ ആ ഒഫീഷ്യൽ പേര് അവിടെ കൊടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് VD സതീശൻ ചെയ്ത വലിയ പാതകമാണ് എന്നുള്ളതൊന്നും കണക്കൂട്ടേണ്ട ഒരു ആവശ്യമില്ല. അത് ഞാൻ വിചാരിക്കുന്ന കാര്യം, അത് കൃത്യമായ അജണ്ടകളുടെ കാര്യം കൊണ്ട് തന്നെ VD സതീശനെതിരെ ഇനി വരാനിരിക്കുന്ന ആക്രമണത്തിന്റെ ഒരു സൂചന മാത്രം, ഒരു കട്ടൺ റേസറായിട്ട് മാത്രമേ എന്നെ കാണുന്നുള്ളൂ. ഒരു സവർണ ഹിന്ദുവാണ് VD സതീശൻ എന്ന്. അല്ല, സാധാരണ ഹിന്ദു മാത്രമല്ലല്ലോ. ഇപ്പൊ ഈ പറയുന്ന ഇതിലെ ഷാജൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതായത് നായർക്ക് കോളടിച്ചു എന്ന് പറഞ്ഞ് എന്ത് ചെയ്തിട്ടുണ്ട്, വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കേരളം അങ്ങനെയൊക്കെ തന്നെയാണ്. 5 താക്കോൽ സ്ഥാനങ്ങൾ നായർക്ക് കോളടിച്ചു എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നമ്മുടെ നാട് ഇപ്പൊ അങ്ങനെയൊക്കെ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് അദ്ദേഹത്തിന് ഒരു ജാതി പാല് വെച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് പറയുമ്പോ അതിനകത്ത് അത് നമ്മുടെ സമൂഹം അന്ന് അങ്ങനെ ആയിരുന്നു. അന്ന് എന്തുകൊണ്ടാണ് സതീശനില്ലാത്തത് വെച്ചിട്ടില്ല. ഇപ്പൊ സ്വരാജിന്റെ SLC സർട്ടിഫിക്കറ്റിൽ സ്വരാജ് നായർ എന്നാണ്. മനസ്സിലായോ? സ്വരാജ് നായർ എന്നാണ്. സ്വരാജ് നായർ നോക്കുന്നത് സ്വരാജ് ഒക്കെ നാളെ SLC ബുക്ക് കൊടുത്തിട്ട് സ്വന്തം അച്ഛനിട്ട പേര് തിരുത്തിയേ തീരൂ എന്നുള്ളത് നമ്മൾ നിർബന്ധം പിടിക്കണ്ട. അദ്ദേഹത്തിന്റെ പബ്ലിക് സ്പേസിൽ അങ്ങനെ പറയുന്നില്ല എന്ന് മാത്രമല്ല, അങ്ങനെ നായരാകുന്ന ഒരു അഭിമാന കാര്യമല്ല എന്ന് പറയുന്ന ഉറച്ച ബോധ്യമുള്ള ഒരാളാണ് ആരെന്ന് പറയുന്നത് അപ്പൊ പേര് വെക്കുന്നവരൊക്കെ ഇത് ഒഴിവാക്കുന്നില്ല. എന്റെ കൂടെ ഒരു ജാതിവാലി ഇരുന്നോട്ടെ എന്ന് വെക്കുന്നവരൊക്കെ ഇപ്പൊ കുറ്റക്കാരാണ്. ഇരുന്നോട്ടെ എന്ന് വെക്കുന്നവർ പോലും ഇല്ല, വെക്കുന്നവര് മോശമാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും വെക്കുന്നവര് ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് വേണ്ട വിധത്തിൽ ആലോചിക്കാനായിട്ടാണ്. അല്ല, അവരൊക്കെ എല്ലാവരും തന്നെ ഇത് ആലോചിച്ചിട്ട് വെക്കുന്നവരാണെന്ന്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഇങ്ങനെ ചിന്തിച്ചൂടെ, ഞാൻ ജനിച്ചത് ഇതിന്റെ അടിസ്ഥാന പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞതേ അങ്ങനെ വെക്കുന്നവര് മോശമാണ് ചെയ്യുന്നതെന്നാണ് ചേട്ടൻ പറഞ്ഞത്. മോശമാണെന്ന് പറഞ്ഞാൽ അവർക്കത് അറിയാതെ ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പൊ എനിക്ക് തന്നെ നിരവധി സുഹൃത്തുക്കളുണ്ട്, അവർക്കൊന്നും ഇതിന്റെ പ്രാധാന്യമോ ഇത് വെക്കുന്നതിന്റെ കുഴപ്പമോ ഒന്നും അവരെന്ത് ചെയ്തിട്ടില്ല, ആലോചിച്ചിട്ടില്ല. ഇപ്പൊ എന്റെ കൂടത്തിലുള്ള കൊളീഗ്സിന്റെ പേരിൽ തന്നെ പലരുടെയും പേരിൽ ഇതുപോലെ ജാതി പേര് കൂടെ ഉണ്ട്. മനസ്സിലായി? മീര എന്നുള്ളതിന് വരെ മീര നായർ എന്നാണ്. അപ്പൊ അവർക്കത് മനസ്സിലാവുന്നില്ല. കാരണം അച്ഛനിട്ടോ അമ്മയിട്ടൊരു പേരായിട്ടാണ് അവരെന്നെ കാണുന്നത്. ഇനി അവർക്ക് 3 ദിവസം 4 ദിവസം ക്ലാസ് കൊടുത്തിട്ട് ഇത് അവരുടെ പേര് ഇങ്ങനെ ഉപയോഗിക്കണമെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിന്റെ അടിസ്ഥാനപരമായ കാര്യം ഒറ്റ കാര്യമുള്ളൂ, ഇത് വെക്കുന്നവരെ വളരെ മോശപ്പെട്ട ആളുകളായി ജനം കരുതാൻ തുടങ്ങി ഇവരിതെല്ലാം തനിയെ മാറ്റും. മനസ്സിലായ? പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ അങ്ങനെയല്ല. മാറ്റും, ഉറപ്പായിട്ട് മാറ്റും. ഇപ്പൊ സതീശൻ എന്തുകൊണ്ട് മാറ്റിയില്ല? എന്തുകൊണ്ടത്? ശരിക്കും ഞാനൊരു കാര്യം അല്ല, വേണമെങ്കിൽ അത്രക്കും വായനാശീലമുള്ള ചിന്താശേഷിയുള്ള ജനം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മോശമാകും എന്നാണ് ചേട്ടൻ കരുതുമെന്നാണ് ചേട്ടൻ പറഞ്ഞത്. സതീശന്റെ പിതാവിന്റെ പേരാണ് സുഹൃത്തെ, അല്ല സതീശന്റെ കൊച്ചിന്റെ പേരല്ലേ അദ്ദേഹത്തിന് രാവിലെ ഒന്ന് മാറ്റാൻ. അല്ല, ഈ ജാതിവാല് ഇന്നത്തെ കാലത്ത് കൂടെ വെക്കുന്നതോ അല്ലെങ്കിൽ പറയുന്നതോ മോശമാണ് എന്നൊരു രാഷ്ട്രീയ ബോധ്യം VD സതീശന് ഉണ്ടായിരുന്നെങ്കിൽ വടശ്ശേരി ദാമോദര സതീശൻ എന്ന് അദ്ദേഹത്തിന് പറഞ്ഞാൽ പോരായിരുന്നില്ല എന്നാണ് ജിൻഡോ ജോൺ ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ജിൻഡോ ജോൺ അങ്ങനെ ചോദിച്ചിട്ടില്ല. ജിൻഡോ അങ്ങനെ ചോദിക്കാനുള്ള നട്ടുള്ളവർക്ക് ജിൻഡോ ഒക്കെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം വെച്ചാൽ അങ്ങനെ ഉണ്ടെങ്കിൽ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ ജിൻഡോ ഒന്നുമല്ല. ജിൻഡോ ചില കാര്യങ്ങൾ ഇംപ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞേക്കാണ്. പക്ഷെ പ്രധാനപ്പെട്ട വിഷയം എന്താ? പ്രധാനപ്പെട്ട വിഷയം അച്ഛൻ്റെ ഒരു ഒഫീഷ്യൽ നെയിമാണ് അവിടെ പറയേണ്ടതെങ്കിൽ അച്ഛൻ്റെ ഒഫീഷ്യൽ നെയിമിൽ അതുണ്ടെങ്കിൽ അത് പറയേണ്ടി വരില്ലേ? അല്ലാതെ അദ്ദേഹം ഇത്രയും കാലം നമ്മളോട് ഈ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ 10-30 കൊല്ലം നിന്നിട്ടുള്ള VD സതീശൻ എപ്പോഴെങ്കിലും എൻ്റെ അച്ഛൻ്റെ പേര് ഇതാണ് എന്ന് പറഞ്ഞ് നമ്മളോട് പ്രഘോഷണം ചെയ്തിട്ടൊന്നുമില്ല.
ഇത് അദ്ദേഹം ഒരു ഒഫീഷ്യൽ പോസ്റ്റിലേക്ക് എത്തിയപ്പോൾ ആ പോസ്റ്റിൽ യഥാർത്ഥത്തിൽ അച്ഛന്റെ പേര് കൃത്യമായിട്ട് പറയണം എന്നവിടെ നിർബന്ധമുള്ള ഒരു കാര്യമാണ്. നിർബന്ധമുണ്ടോ? മനസ്സിലായി, നിർബന്ധം ഉണ്ടാവും. എനിക്കറിയില്ല. നമുക്കറിയാം, അല്ല അതായത് ഇത് ഒളിച്ചു വെക്കണമെന്ന് ചിലപ്പോൾ ആ തിരക്കിന്റെ അടുക്ക് പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ അത് പറഞ്ഞിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കുന്നു, അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു പേരുണ്ടോ? ഇല്ല. അദ്ദേഹത്തിന്റെ മകൾക്ക് പേരുണ്ടോ? ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ പിന്നെ എന്തിനാണ് അത് കിടന്ന് തൂക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നാളെ എന്റെ മുത്തച്ഛന്റെ പേര് പറയുമ്പോൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഉണ്ടാവുമ്പോൾ ഞാൻ ആ മുത്തച്ഛന്റെ പേര് പകുതിക്ക് വെച്ച് കട്ട് ചെയ്യണം എന്നൊക്കെ നിർബന്ധം പിടിക്കുന്നത് വെറും മണ്ടത്തരാണ്. പിന്നെ ഇതൊക്കെ അഡ്രസ്സ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ? അഡ്രസ്സ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയം ഇത് കൂടി വരികയാണ് കേരളത്തിൽ നിന്നാണ്. അതായത് ഇത്തരത്തിൽ ജാതിവാലികൾ ഇത്തരത്തിലുള്ള പേരുകളൊക്കെ തന്നെ ഉപയോഗിക്കുന്നത് വളരെ നല്ലൊരു കാര്യമായി ആളുകൾ എന്ത് ചെയ്യുന്നു, എടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്ത് ഇംപ്രഷനാണ് വി.ഡി. സതീശൻ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന് പറഞ്ഞുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അത് കൊടുക്കുന്ന ഒരു ഇതിപ്പോ ഈ സാധനം ഉണ്ടല്ലോ, മാസ് BGM ഇട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ കറങ്ങിക്കൊണ്ടിരിക്കുക ഈ സാധനം. ഇനി അടുത്തൊരു കാര്യം കൂടി പറയാം. ഇതുവരെ ജാതിവാല് ഉൾപ്പെടുത്താത്ത ആളുകൾ കൂടി ഇനിയിപ്പം പേരിന്റെ കൂടെ. സത്യത്തിൽ ഇനിയിപ്പോ വേറൊരു കാര്യം കൂടി പറയാം. ഇത് സതീശൻ എന്റെ തോന്നലിൽ സതീശൻ വളരെ കുശാഗ്ര ബുദ്ധിയുള്ള ഒരാളാണ്. സതീശൻ ഇത് മറ്റൊരു അഡ്വാൻറ്റേജ് കൂടി ഇതിനകത്ത് കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും താങ്കൾ പറഞ്ഞ പോലെ. ഇനി വേറൊരു ആംഗിൾ ഞാൻ അവിടെ നിന്ന് ഊഹിക്കുകയാണ്. ആ ഊഹം കറക്റ്റ് ആയിരിക്കും. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സതീശൻ വടശ്ശേരി ദാമോദര മേനോൻ മക എന്ന് എഴുതുമ്പോഴേക്കും എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ഗുണവും കൂടിയുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാമോദര മേനോനാണെന്നുള്ളത് ഒന്നുകൂടി വെളിപ്പെടും. കാരണം അല്ലെങ്കിൽ മിനിഞ്ഞാന്നവരായിട്ടുള്ള വലിയ പ്രചരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറെക്കുറെ സത്യം. മുസ്ലിം ലീഗിന്റെ മുഖ്യമന്ത്രിയാണ്, പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പിന്തുണയുള്ള ഒരാളാണ്. അത് ഒരു കാരണവശാലും ഹിന്ദു ഈ പറയുന്ന പോലെ ഒരു ആളുകൾക്കുള്ളതല്ല, ഹിന്ദു വിരുദ്ധനാണ് എന്നൊക്കെ പറയുന്ന പല കാര്യങ്ങളുണ്ട്. അപ്പൊ ആ പ്രചരണങ്ങളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സതീശൻ വിചാരിച്ചിട്ടുണ്ട് ഇതൊന്നും ഇരുന്നോട്ടെ. കാരണം എന്താണ്, NSSും SNDPയും ഇപ്പോഴും സതീശനെ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ എതിർപ്പിക്കുന്ന അണികൾ അവരുടെ അണികളെങ്കിലും അറിഞ്ഞോട്ടെ, ഞാനും ഇതുപോലെയാണെന്ന് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഞാൻ ഇതിന്റെ മറ്റൊരു ഉദാഹരണം കൂടി പറയാം. ടൈംസ് നൗവിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. ആ ടൈംസ് നൗവിൻ്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നു വി.ഡി. സതീശനായിട്ട്. അതിൽ സതീശനോട് ചോദിക്കുന്നുണ്ട്, വലിയ തോതിൽ ഇവിടെ പൊളിറ്റിക്കൽ ഇസ്ലാമോ അതുപോലെ തന്നെ ശക്തികളൊക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾ അതിനെ എതിർക്കുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ വി.ഡി. സതീശന് അതിന് ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലായില്ല ഇംഗ്ലീഷിൽ. അതിപ്പോൾ ഭയങ്കരമായി ട്രോൾ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ട്രോൾ ചെയ്യപ്പെട്ട ചോദ്യത്തിന് സതീശന് എനിക്കൊണ്ട് അത് മനസ്സിലായിട്ടില്ല. പക്ഷേ സതീശൻ മനസ്സിൽ വിചാരിച്ചേക്കുന്നത് വേറെന്തോ ആണ്. അതിനെ മുഴുവൻ കേട്ടാൽ കുറേ കാര്യങ്ങൾക്ക് സതീശൻ നന്നായിട്ട് മറുപടി പറയുന്നുണ്ട്, ഇടയില്ലെന്നല്ല. പക്ഷെ ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ ഈ ചോദ്യം സതീശന് കൃത്യമായിട്ട് കിട്ടുന്നില്ല. അപ്പൊ കിട്ടാത്തപ്പോൾ സതീശൻ ഉടനെ പറയുന്ന ഒരു കാര്യമാണ്, നോ 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 ഐ ആം എ ഹിന്ദു എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് സതീശനെതിരെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായിട്ടുള്ള ഒരു പ്രചരണം അത് ഏറെക്കുറെ സത്യവുമാണ്. കാരണം മുസ്ലിം ലീഗിന്റെ പിന്തുണയാണ് സതീശൻ വന്നേക്കണമെന്നുള്ള എല്ലാവർക്കും അറിയാം. ജമാഅത്തെ ഇസ്ലാമിക്കാരാണ് എക്സ്ട്രാ ടൈം എന്ത് ചെയ്തുകൊണ്ടിരുന്നത്. ദാവീദൊക്കെ 1.5 ആഴ്ചയായിട്ട് കുളിച്ചിട്ട് തന്നെ പുള്ളിയൊക്കെ അവിടെ നിന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അജിംസൊക്കെ കൂടി ഇരുന്ന് ഔട്ട് ഓഫ് ഫോക്കസ് ഇങ്ങനെ പടച്ചു വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ഏറ്റവും ഒടുവിൽ അവരുടെ ഏറ്റവും വലിയ സങ്കടം എന്ന് വെച്ചാൽ രമേശ് ചെന്നിത്തലക്ക് അഭ്യന്തരം കിട്ടി എന്നുള്ളതാണ്. കാരണം അഭ്യന്തരത്തിൽ പിന്നെ കൈയിടാൻ ബുദ്ധിമുട്ടാണെന്ന് അവർക്ക് മനസ്സിലായി. കാരണം രമേശ് ചെന്നിത്തല കിട്ടി. അതുകൊണ്ട് രമേശ് ചെന്നിത്തല ശരിയല്ല ഈ കാണിക്കുന്നത്, അഭ്യന്തരം എടുക്കാതെ പോകണം, പുള്ളി കാണിക്കുന്ന പോക്കൃത്തരാണെന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് സത്യത്തിൽ അങ്ങനെ ഒരു ഇംപ്രഷൻ ജനത്തിന് മുഴുവൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള തോന്നൽ സതീശന് ഉണ്ടായിട്ടുണ്ട്. കാരണം സതീശനായി ഇംഗ്ലീഷ് മനസ്സിലാകാത്തതുകൊണ്ട് പോലും അല്ല അത്. പകരം സതീശൻ ഒരു തിരക്കിനിടയിൽ നിന്ന് ആ സാധനം കൊടുക്കുമ്പോൾ സതീശൻ ആ ചോദ്യം കൃത്യമായിട്ട് കിട്ടിയില്ല. അപ്പോഴേ ഞാൻ വിചാരിച്ചാണ്. അപ്പൊ അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ പറയുന്ന പോലെ വടശ്ശേരി ദാമോദര മേനോൻ എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും, അതിനെ ചെറുതായിട്ടൊന്നും എന്ത് ചെയ്യാൻ പറ്റും, പ്രിവെന്റ് ചെയ്യാൻ പറ്റും, ഒന്ന് ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. അതിന്റെ ഉദാഹരണമായിട്ട് ഇത് കണ്ടാൽ മതി. അത്രത്തോളം ഒന്നും ചിന്തിക്കാനുള്ള ശക്തി പാവം പിടിച്ച ജിൻഡോക്ക് ഇല്ലാത്തത് കൊണ്ട് ജിൻഡോ എന്ത് ചെയ്യുന്നു. അല്ല, ഞാൻ ഒരല്പം ലെഫ്റ്റ് ആയ കോൺഗ്രസ് ആണ്. അതൊക്കെ അതിനേക്കാൾ വലിയ നെഹ്റുവിൽ ലെഫ്റ്റ് ആണ് സതീശൻ. CPM-ന്റെ കൈയിലേക്ക് കിട്ടും, CPM-കാരുടെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ. ഏതാ ജിൻഡോ ഇതൊക്കെ പറയുന്നതിന്റെ പിന്നിൽ വേറെ പല ഉദ്ദേശങ്ങളുണ്ടാവും. കാരണം കോൺഗ്രസിനകത്തു നിന്ന് തന്നെ സതീശനെതിരെ ഇനി ഉയർന്നു വരാൻ പോകുന്നത് വലിയ വിമർശനങ്ങളാണ് എന്നുള്ളത് ഗോതമ്പൂടെ എഴുതി വെച്ചു. ഒരു സംശയമില്ല അക്കാര്യത്തിൽ. അതിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ചാൽ സതീശൻ ചെറുതായിട്ട് വടി കൊടുത്ത് മറ്റേ ചുണ്ടൻ കൊടുത്ത് വഴുതനങ്ങ മേടിക്കാൻ പോവുകയാണ്. ഈ പ്രശ്നം എന്താണെന്നറിയാമോ? കഴിഞ്ഞ തവണ ഈ പ്രചരണമൊക്കെ ഉണ്ടായത് ആർക്കെതിരെയാണ്? KC വേണുഗോപാലിനെതിരെ വലിയ തോതിൽ ഇത്തരത്തിലുള്ള പ്രചരണം ഉണ്ടായി. ആ പ്രചരണം നടത്തിയതിന്റെ വാട്സപ്പ് ചാറ്റുകളടക്കം പുറത്തു വന്നു. ആരാണ് പുറകിലുണ്ടായെന്ന് എല്ലാവർക്കും പകൽ പോലെ വ്യക്തമായി. കാരണം എന്ന് വെച്ചാൽ KC വേണുഗോപാല് മറ്റേ മുസ്ലിം വിരുദ്ധനാണ്, അദ്ദേഹം ഹിന്ദുത്വ അജണ്ട ഉള്ളവനാണെന്ന് വരെയുള്ള വലിയ പ്രചരണം ഉണ്ടായി കോൺഗ്രസ് ഗ്രൂപ്പുകളിൽ തന്നെ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ മിക്കവാറും ഇനിയുള്ള ദിവസങ്ങളിൽ എന്ത് വരും, തിരിച്ച് കിട്ടും. അപ്പൊ അതിലൊന്നും വലിയ തർക്കമൊന്നുമില്ല. അപ്പൊ അതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇതിനെ കണ്ടാൽ മതി. അല്ലാതെ ഇതിൽ വലിയ ആദർശ ധീരതയോട് പ്രശ്നമൊന്നുമില്ല. ഇപ്പം വി.ഡി. സതീശനുള്ളൊരു നല്ലൊരു ഇമേജ് എന്ന് പറയുന്നത് അദ്ദേഹം എന്താണ്, ഒരു സമുദായത്തിന്റെയും തിണ്ണ നിരങ്ങാൻ പോകാറില്ല,
സമുദായ രാഷ്ട്രീയക്കാരുടെ മുമ്പിൽ കിടന്നു കൊടുക്കാറില്ല എന്നുള്ളതാണ്. പക്ഷെ ഈ ഒരു മേനോൻ പരാമർശം അത് മാറ്റി എന്നല്ലേ? ഇതൊക്കെ വെറുതെ ഈ നാട്ടിലുള്ള ആളുകൾ പടച്ചു വിട്ടിട്ടുള്ള ഒരു മറ്റേ ഇമേജ് ഒക്കെയാണ്. അതിനൊന്നും കുഴപ്പമില്ല, കാശ് മുടക്കി ഉണ്ടാക്കുന്ന ഇമേജാണ്, അത് തെറ്റൊന്നുമില്ല. എന്നിട്ട് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം സതീശൻ എവിടെ പോയിരുന്നത് അറിയോ താങ്കൾക്ക്? ലാറ്റിൻ കാത്തലിക്കിന്റെ ബിഷപ്പിനെ സന്ദർശിക്കാൻ പോയി. എന്തിനാ? ഞാൻ പറഞ്ഞതേ അതുണ്ടാകും, പക്ഷെ NSSന്റെയും വെള്ളാപ്പള്ളിന്റെയും തിണ്ണനിറങ്ങലില്ല. അപ്പൊ അത് ശരി. അപ്പൊ നിങ്ങൾക്ക് NSSന്റെ വെള്ളാപ്പള്ളിയുടെ അതായത് ഹിന്ദു സംഘടനകളുടെ മാത്രം തിണ്ണനിറങ്ങരുത്, പക്ഷെ അപ്പുറത്തുള്ളവരുടെ അപ്പൊ അതുകൊണ്ട് അത് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല, അത് ചെയ്ത് തെറ്റില്ലെന്ന് പറയുന്നത്. അപ്പൊ അത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയണം. ഏറ്റവും അപകടകാരികൾ എന്ന് പറയുന്നത് ആരാ? NSSും വെള്ളാപ്പള്ളിയാണ്. മറ്റേതൊക്കെ ഓക്കെയാണ്, മറ്റേതെല്ലാം ഓക്കെയാണ്. മറ്റേതൊന്നും അപകടകാരികളല്ല. ആരൊക്കെ അപകടകാരികളല്ലാത്തൊന്ന് ലിസ്റ്റ് പറഞ്ഞു. ഇപ്പോ റോമൻ കാത്തലിക് ആയിക്കോട്ടെ, തീറോ മലബാർ സഭ ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഒരുപാട് സഭ. നിങ്ങൾ അങ്ങനെ പറയണം. അതായത് അപ്പൊ നിങ്ങൾ ഇങ്ങനെ പറയണം, ഹിന്ദു സമുദായ സംഘടനകളുടെ തിണ്ണനിറങ്ങാൻ പോകാത്ത നേതാവ് എന്ന് പറയണം. അല്ലാതെ ഒരു സമുദായ സംഘടനകളുടെയും തിണ്ണനിറങ്ങാൻ പോകാത്ത നേതാവ് എന്ന് പറയരുത്. മനസ്സിലായി? പിന്നെ ഗൗതം ഇപ്പൊ എഴുതി വെച്ചോ, ഈ പറയുന്ന ആളുകളെയും പോയി കാണാൻ അധിക സമയമൊന്നും വേണ്ട. സത്യം പറഞ്ഞാൽ VD സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം പുള്ളി നിലത്ത് നിന്നിട്ടില്ല. പുള്ളി ശരിക്കും പറഞ്ഞാൽ രാവിലെ തന്നെ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലേക്ക് ഓടും, ഉച്ചയാകുമ്പോൾ പുള്ളി KC വേണുഗോപാലിന്റെ വീട്ടിലേക്ക് ഓടും. സത്യം പറഞ്ഞാൽ പുള്ളി നിരവധി പേരുടെ വീട്ടിലേക്ക് ഓടും. ഭാഗ്യത്തിന് നമ്മുടെ വീട് എറണാകുളത്തായതുകൊണ്ട് പുള്ളി എൻ്റെ വീട്ടിലൊന്നും വന്നിട്ടില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ പുള്ളി അത്ര ആളുകളുടെ വീട്ടിൽ തന്നെ വരെ. പിന്നെ മറ്റേ യാക്കോബായ ആളുകൾ പുള്ളിനെ കാണാൻ വേണ്ടി വരും. ഇങ്ങനെ പുള്ളി ശരിക്കും പറഞ്ഞാൽ നിലം തൊടാതെ കറങ്ങണമായിരുന്നു. എനിക്ക് നേരത്തെ എന്നോടൊരു കോൺഗ്രസ്സുകാരെ പറഞ്ഞത്, ഈ സ്റ്റബേർനെസ്സും ഈ നിലപാടൊന്നും കൊണ്ട് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആയിട്ടിരിക്കാൻ പറ്റില്ല. മുഖ്യമന്ത്രി നായി നോക്കട്ടെ, നമ്മൾ കൃത്യമായിട്ട് ആളെ വളക്കുമെന്ന് പറഞ്ഞു. ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ലാറ്റിൻ കാത്തലിക്കിന്റെ സ്ഥലത്ത് പോകാനുള്ള കാര്യം എന്താ? അവർ പറഞ്ഞു ഞങ്ങൾക്കൊരു മന്ത്രി വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് മന്ത്രി വേണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു മന്ത്രിയുണ്ട് ഷിബു ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ല, അങ്ങനെ അതുപോരാ, ഞങ്ങൾക്കൊരു പ്രാക്ടീസിങ് ആയിട്ടുള്ള ആൾ വേണം, ഞങ്ങൾക്ക് വിൻസെന്റിനെ വേണമെങ്കിൽ ബാക്കിയുള്ളവരെ വേണം, നിങ്ങൾക്ക് ബാക്കിയുള്ള എല്ലാവർക്കും നിങ്ങൾ പ്രാതിനിധ്യം കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സമുദായ സംഘടനകളുടെ പ്രാധാന്യമൊക്കെ വളരെ കൃത്യമായിട്ട് സതീശനെ പോലെയുള്ള ആളുകൾക്കറിയാം. അല്ലെങ്കിൽ കോൺഗ്രസിലുള്ള ആളുകൾ പോയി കാണാൻ പറയും, കണ്ടാലേ ഇവിടെ ഇരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയും. അതുകൊണ്ട് പോയി കാണും. അതുകൊണ്ട് മറ്റതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിണ്ണ നിരങ്ങാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ തിണ്ണ നിരങ്ങാൻ ചെല്ലാൻ പറ്റാത്ത സ്ഥലങ്ങളും ഉണ്ട്, നിരങ്ങാൻ പറ്റുന്ന സ്ഥലങ്ങളും ഉണ്ട്. അത്രേ ഉള്ളൂ ഇതിൻ്റെ കാര്യം എന്ന് പറയും. പിന്നെ അവരെ കാണാൻ കോൺഗ്രസിൽ നിന്ന് മറ്റാളുകളെ നിയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പോകേണ്ടി വരാത്തത്. അല്ലാതെ അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. VD സതീശനെ ഭയങ്കരമായി ചീത്ത പറഞ്ഞ ദിവസം തന്നെ താങ്കളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു ദൃശ്യമുണ്ട്, കൊടിക്കുന്നിൽ സുരേഷ് NSSന്റെ അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് മാധ്യമങ്ങളെ കണ്ട് നേരെ നൈസായിട്ട് മുങ്ങിക്കളഞ്ഞ്. എന്തിനാ മുങ്ങിക്കളഞ്ഞ്? അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും സംഭവിക്കും. ആരാണ് കൊടിക്കുന്നിൽ സുരേഷ് എന്ന് അറിയോ? ആരാണ്? ഈ കഴിഞ്ഞ ദിവസം മറ്റേ സെലിബ്രേഷന് കേക്ക് കട്ട് ചെയ്തപ്പോഴത്തേക്കും ആ കേക്ക് വിരലൊക്കെ മുക്കി നക്കി തുടച്ചതിന് ശേഷം അതേ കൈകൊണ്ട് സതീശന്റെ കയ്യിൽ എന്ത് ചെയ്താണ് തുടച്ചിട്ടുള്ള ആളാണ്. അപ്പൊ ഇത്തരത്തിലുള്ള പല പരിപാടികളും കോൺഗ്രസിനകത്ത് നടക്കുമെന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല. ഈ കാര്യത്തിൽ ജിൻഡോ ജോൺ പറഞ്ഞ കാര്യത്തിലൊന്നും ഞാൻ സതീശനെ കുറ്റപ്പെടുത്താൻ തയ്യാറില്ല. അതൊക്കെ വെറുതെ കാരണങ്ങൾ കണ്ടെത്തി. ഞാൻ ഒറ്റ കാര്യം കൂടി ചോദിച്ചിട്ട് നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. വേടനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ, ഒരുപാട് പേരുണ്ട്. വേടനെ സപ്പോർട്ട് ചെയ്യുന്നവര് വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന് പറയുന്ന ഈ ഒരു പരാമർശം ഇതൊരു പ്രോഗ്രസീവ് നിലപാടാണെന്ന് ഒരിക്കലും അംഗീകരിക്കില്ല. അല്ലെങ്കിൽ ഈ നാട്ടിലെ കുറേയധികം ദളിത് സ്വത്തുവാദികൾ ഇങ്ങനെയുള്ള ആളുകളൊന്നും ഇത് അംഗീകരിക്കാൻ പോകുന്നില്ല. അവരൊക്കെ ഉറപ്പായിട്ടും നിൽക്കാൻ പോകുന്നത് ജിൻഡോയുടെ കൂടെയാണ്. തെറ്റാണ്. അവരെല്ലാവരും ഓൾറെഡി സതീശന്റെ ഒപ്പം നിന്ന് കഴിഞ്ഞിരിക്കും. ഞാനിപ്പോൾ പേരുകളൊക്കെ പറയുന്നില്ല, നമ്മുടെ തന്നെ പല സുഹൃത്തുക്കളാണ്. ഇപ്പൊ സണ്ണിയം കബിക്കാട് തന്നെ യഥാർത്ഥത്തിൽ VD സതീശനുള്ള സീറ്റ് കൊടുത്തിരുന്നെങ്കിൽ വൈക്കത്ത് നിന്ന് മത്സരിച്ചാണ്. ഇത്തവണ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ ഒരു ദളിത് ആദിവാസി ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളടക്കമുള്ള എല്ലാ സംഘടനകളും തന്നെ കൃത്യമായി മാനേജ് ചെയ്യാനും അത്തരത്തിലുള്ള സോഷ്യൽ ഗ്രൂപ്പുകളുടെ പിന്തുണ നേടാനും ഒക്കെ തന്നെ കോൺഗ്രസിനും UDFനും VD സതീശനും ഒക്കെ കഴിഞ്ഞിരുന്നു എന്നുള്ള ഒരു വാസ്തവമാണ്. അതുകൊണ്ട് അവരിത് വലിയ പ്രശ്നമാക്കേണ്ട ആവശ്യവുമില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് സതീശൻ സ്വന്തം പിതാവിൻ്റെ പേര് എങ്ങനെയാണോ റെക്കോർഡിലുള്ളത് അത് പറഞ്ഞതാണ്. അതൊന്നും വലിയ വിഷയമാക്കി ചർച്ച ചെയ്യേണ്ട ഒരാവശ്യവും. രാഷ്ട്രീയ ബോധ്യം എന്ന് വെച്ചാൽ അച്ഛന്റെ പേര് മാറ്റാൻ പറ്റുമോ? മകളുടെ പേര് മാറ്റാം. നമ്മുടെ അച്ഛന്റെ പേരല്ലല്ലോ മാറ്റുന്നത്, പിന്നെന്താ? അച്ഛന്റെ പേര് ഒഫീഷ്യലി ഇതുള്ളതാണ്. കാലത്തിന്റെ പേരനുസരിച്ചിട്ട് മേനോൻ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ളൊരു രാഷ്ട്രീയ ബോധ്യം ഉണ്ടായിരുന്നുവെങ്കിൽ വടശ്ശേരി ദാമോദരൻ എന്ന് പറഞ്ഞ അച്ഛൻ അല്ലാതാവൊന്നുമില്ല. മേനോൻ ഉൾപ്പെടുത്തിയാൽ മാത്രമേ അച്ഛനാകൂ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ബോധ്യം തെറ്റാണ് എന്നാണ് പറയാതെ ജിൻഡോ ജോൺ
കോൺഗ്രസ് നേതാവ് ചാനലുകളിൽ ഇരുന്നിട്ട് കോൺഗ്രസിന് വേണ്ടിയിട്ട് വലിയ വലിയ വാദങ്ങൾ ഉന്നയിക്കുന്നത് ജിൻഡോ ജോൺ പറയാതെ പറയുന്നു. ഒരു ഒഫീഷ്യൽ നെയിം അത് അത്രയും മാത്രം ശ്രദ്ധയോടുകൂടി മാറ്റണം എന്നൊന്നും ആവശ്യപ്പെടേണ്ട ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതൊരു കുറ്റം കണ്ടെത്താൻ വേണ്ടി സതീശന്റെ പുറത്ത് കുറ്റം കണ്ടെത്തുന്നതാണ്. ഞാൻ സതീശനെ പല കാര്യങ്ങളിലും വിമർശിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷേ എന്ന് പറഞ്ഞിട്ട് ഈ കാര്യത്തിലൊന്നും സതീശനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. ഒന്നാമത്തെ കാര്യം, മരിച്ചുപോയ ഒരാളുടെ പേരൊന്നും മാറ്റാൻ വേറൊരാൾക്ക് കഴിയില്ല. അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ നെയിം എന്താണോ, ഇനി ഒഫീഷ്യൽ നെയിം ഇല്ലാത്തത് സതീശൻ കൂട്ടിച്ചേർത്താണെങ്കിൽ കുറ്റം പറയാം, എനിക്കറിയില്ല. പക്ഷെ അതല്ലെങ്കിൽ ഒഫീഷ്യൽ നെയിം അതാണെങ്കിൽ അത് പറഞ്ഞതിന് നമ്മൾ ഇത്ര വലിയ സംഭവമൊന്നും ആക്കി മാറ്റിക്കൊണ്ട് ഇതൊട്ടും പ്രോഗ്രസീവ് അല്ലാത്ത നിലപാടാണെന്നുള്ള വർത്തമാനമൊന്നും പറയുന്നതിൽ യാതൊരു അടിസ്ഥാനവും ഇല്ല.